വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുഴയും കടന്ന് സീരിയൽ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വിനീതേട്ടൻ കാശൊക്കെ കൊണ്ട് കളഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ കാവേരി കരഞ്ഞുകൊണ്ട് വിനീതേട്ടനോട് കുറേ ബഹളം വെക്കുന്നുണ്ട്. ഇത്തിരി ശ്രദ്ധിക്കായിരുന്നില്ലേ വിനീതേട്ട, നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ കാശ് ഉണ്ടാക്കിയത്, എല്ലാം കൊണ്ട് കളഞ്ഞല്ലേ വിനീതേട്ട എന്നൊക്കെ പറയുമ്പോൾ വിനീതേട്ടനാണെങ്കിൽ കുറ്റബോധം കൊണ്ട് ഇരിക്കാൻ വയ്യ. അങ്ങനെ ഇങ്ങനെയായി പോയല്ലോ വിനീതേട്ട എന്നൊക്കെ കാവേരി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നത്. കാവേരി ധൈര്യമായിട്ട് പറ, ഇല്ലെങ്കിൽ ഞാൻ പറയാം നീളമോളുടെ ഓപ്പറേഷൻ നടക്കില്ല, ആ പണം ഞാൻ കൊണ്ടുപോയി കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോളാം. അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്തോട്ടെ, ഗംഗ എന്നെ ഉപേക്ഷിക്കുമായിരിക്കും, ഉപേക്ഷിച്ചോട്ടെ, അല്ലെങ്കിലും ഗംഗയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒരു അർഹതയുമില്ല, എന്നെ പോലുള്ള ഒരാള് നിങ്ങളുടെ കുടുംബത്തിൽ ഇനി പാടില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ വിനീതേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ കാവേരി പറയണം, അതുകൊണ്ടൊന്നും ഒരു ഗുണവും ചെയ്യില്ല വിനീതേട്ട, ഇപ്പോൾ ഓപ്പറേഷൻ എങ്ങനെ നടക്കും, പണം എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാതെ അവരോടൊക്കെ സത്യം പറയുന്നത് കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം നരേന്റെ വീട്ടിൽ നരേന്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ. അതിന്റെ ദേഷ്യം കൊണ്ട് നരേൻ നേരെ വീടിനകത്തേക്ക് കയറി പോകുന്നു. എന്നിട്ട് ഈ കല്യാണം ആലോചിച്ച് വന്ന പെണ്ണിന്റെ വീട്ടുകാരുണ്ടല്ലോ, ആ വീട്ടുകാരോട് നല്ല രീതിക്ക് മോശമായിട്ട് പെരുമാറുകയാണ് കേട്ടോ. നിങ്ങളെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത്, എനിക്ക് കല്യാണം കഴിക്കാൻ ഇപ്പൊ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു മോഹവും നിങ്ങൾക്ക് വേണ്ട, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇനി നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് വിളിച്ചു വരുത്തി അപമാനിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും ഇളയമ്മയും ഒക്കെ നരേനോട് ചൂടാവുകയാണ്. അത് പറഞ്ഞിട്ട്, നീ എന്തിനാ അവരെ ആട്ടി ഇറക്കി വിട്ടത്, ഞങ്ങൾ വിളിച്ചിട്ടാണ് അവർ വന്നത്, ഇപ്പൊ അവരെ അപമാനിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നിനക്കെങ്ങനെ തോന്നി, ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ, ഇനി മേലാൽ എൻ്റെ കല്യാണത്തെക്കുറിച്ച് നിങ്ങൾ ആരും ഇവിടെ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത്, ഇതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യരുത്, അങ്ങനെ എങ്ങാനും നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരോട് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് നരേൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ, നല്ല ദേഷ്യത്തിൽ. ആ സമയത്ത് നരേന്റെ ഇളയച്ചനും പറയുന്നുണ്ട്, ഓ അവന് വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നത്, തനിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവൻ ജീവിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇളയച്ചന്, അത് ഇവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുമുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നരേൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ വണ്ടി റിവേഴ്സ് എടുക്കുന്നു. ആ സമയത്താണ് നമ്മുടെ കാവേരി വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അതുവഴി നടന്നു വന്നുകൊണ്ടിരുന്ന കാവേരി പെട്ടെന്ന് ഈ വണ്ടി സ്പീഡിൽ വരുന്നത് കണ്ട് പേടിച്ചിട്ട് അവിടെ വീഴുന്നു. എന്നിട്ട് കണ്ണില്ലേടോ, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട പാവം പോലും ഇല്ലാത്ത നരേൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് സ്ഥലം വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാവേരി വീട്ടിലേക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കാവേരി ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഗംഗയും ശാരദയൊക്കെ പണം എന്തായി, എന്താ പണം അടയ്ക്കാത്തത് എന്നൊക്കെ കുറേ ചോദിച്ചതുമാണ്. ഗംഗയ്ക്കാണെങ്കിൽ എന്തോ ഡൗട്ടും തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാവേരിയോട് കുറേ ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് പണം അടയ്ക്കാത്തത്, നമ്മുടെ അക്കൗണ്ടിൽ പണം കിടക്കുകയല്ലേ, പിന്നെ പണം അടിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ എന്താ ഇത്ര വലിയ തടസ്സം, ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഡോക്ടറും ഇവിടെ വന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോയി, എന്താ കാവേരി, എന്താ പ്രശ്നം, എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പറയേ എന്നൊക്കെ കുറേ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതൊന്നും പറഞ്ഞ് അവരെ വേദനിപ്പിക്കാനോ അവരെ ടെൻഷൻ അടിപ്പിക്കാനോ കാവേരിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒന്നും പറയാതെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് വന്നിരിക്കുകയാണ് കാവേരി. അങ്ങനെ ഇനി അവരോട് എന്ത് പറയും, കഴിയുന്ന അത്രയും വേഗം ഓപ്പറേഷൻ നടത്തുകയും വേണം. അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് കാവേരി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് യമുനയെ ഒപ്പിച്ച പണിയാണെങ്കിൽ ഈ ഗായത്രി ഉണ്ടല്ലോ, നരേന്റെ ഇളയമ്മ ഗായത്രി ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട്, അല്ല ഈ ഓപ്പറേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നതല്ലേ, എന്തെങ്കിലും പണത്തിനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഇതുപോലെയുള്ള സഹായങ്ങൾക്കായിട്ട് ചാരിറ്റികളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ അച്ഛൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്, പുഷ്പവാടിയിലെ ഞങ്ങളുടെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഇവിടെ വന്ന് താമസിക്കുന്നത്, അല്ലാതെ അത്ര ഗതികെട്ടവരൊന്നും അല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കടുത്ത് സംസാരിച്ചിട്ടുണ്ട് അവരോട്. പക്ഷെ അവര് ആള് മാന്യതയുള്ള ആളായതുകൊണ്ട് സൈലന്റ് ആയിട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത്രയും കടുത്ത് പറയണ്ടായിരുന്നു എന്നൊക്കെ അച്ഛമ്മയും യമുനയോട് പറഞ്ഞതാണ്. ശരിക്കും ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു, ഈ അവസ്ഥ അറിഞ്ഞതാണെങ്കിൽ യമുന ഇങ്ങനെ പറയുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർക്ക് ഒരു ആശ്വാസമായിരുന്നു അത്. പക്ഷെ ആ കാര്യങ്ങളൊന്നും കാവേരി അറിയാൻ പോകുന്നില്ല, യമുന പറയാനും പോകുന്നില്ല. അതിനിടയ്ക്ക് വിനീതേട്ടൻ ഗംഗയോട് പറഞ്ഞാലോ എന്നൊക്കെ കുറെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു കാര്യമായതുകൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പൊ പിന്നെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെ സങ്കല്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും റിയാക്ഷൻ. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് അറിയുമ്പോൾ കാവേരി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ആ പണം ജയപാലന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നിങ്ങളെ കൊണ്ട് ഈ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു
ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എൻ്റെ അനിയത്തി കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതും ഇല്ലാതാക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിച്ചുള്ളൂ. ഇതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ വിവാഹം കഴിക്കാൻ കഴിയില്ല, നിങ്ങളെ ഇഷ്ടമല്ലാന്ന് ഞാൻ എത്രയോ തവണ എൻ്റെ കുടുംബത്തോട് പറഞ്ഞത്. അവരാരും കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇനി എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ എങ്ങനെ നടക്കും? എല്ലാം നിങ്ങൾ കാരണം നശിച്ചു, തകർന്നു. ഇനി എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകരുത്, ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു വിനീതേട്ടനെ ആട്ടി വിടും. അങ്ങനെ ഇവര് തമ്മിൽ പിരിയും ചെയ്യും. അതായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് വിനീതേട്ടന് പറയാനും തോന്നുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ആ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് വിനീതേട്ടന്റെ മനസ്സിൽ. പക്ഷെ ബുദ്ധിയിലൊന്നും ഉദിക്കുന്നുമില്ല. അങ്ങനെയുള്ള അസാമാന്യ കഴിവും വിനീതേട്ടനില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. അങ്ങനെ ഇതേ സമയം ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നരേൻ കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുന്നു. വന്ന് നോക്കുമ്പോൾ ഇളയമ്മയും ഇളയച്ചനും ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്. ഇളയമ്മ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇളയമ്മയോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ ഇളയമ്മേ, വിവാഹം ഒന്നും വേണ്ടാന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ എന്താ കേൾക്കാത്തത്? അല്ല മുത്തശ്ശനും എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവരെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? അവര് പറഞ്ഞത് ആകെ ഒരു ചെറിയ കാര്യമാണ്, അവരുടെ ഒരു ചെറിയൊരു ആഗ്രഹം, അതുപോലും സാധിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. ആ വയസ്സായവരെ ഇത്രയധികം വേദനിപ്പിക്കാൻ അവരെന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എന്നൊക്കെ ഇളയമ്മ പറഞ്ഞ് നരേനോട് വഴക്കിടുകയാണ്. അപ്പോൾ ഇളയച്ചൻ പറയുന്നുണ്ട്, ഓ നീ എന്തിനാ അവനോട് വഴക്കിടുന്നത്, അവൻ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ ജീവിക്കട്ടെ എന്നൊക്കെ പതിവ് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇളയമ്മ നരേനോട് പിണങ്ങിയതുപോലെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇളയമ്മ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയതിന് ശേഷം നരേൻ മുത്തശ്ശനെയും കാണാൻ പോവാണ്. അപ്പോൾ അവിടെ അവരും വല്ലാത്തൊരു വേദനയിൽ ഇരിക്കുകയാണ്. കല്യാണം കഴിക്കാനല്ലേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. ഞങ്ങളൊക്കെ വയസ്സായവരാണ്, നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. ഞങ്ങളുടെ ഒരു ആഗ്രഹം പോലും നിനക്ക് സാധിച്ചു തരാൻ കഴിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നരേൻ നല്ല രീതിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. വിവാഹം എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ, എനിക്കിതൊക്കെ മതി. ഈ ഒരു ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് ഒരാൾ കൂടെ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ മനസ്സിലാക്കി ഇവരെ ഫുഡൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ നരേൻ. അതൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശിക്ക് നെഞ്ചുവേദന വരുന്നത്. അങ്ങനെ മുത്തശ്ശനും നരേനും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നരേനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വീണ്ടും ഒരു കല്യാണാലോചനയ്ക്ക് തയ്യാറാവുന്നു. ആ സമയത്ത് ആ പെൺകുട്ടിയോട് നരേൻ ഒരു കോൺട്രാക്ട് മാരേജിന് തയ്യാറാണോ, എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ വെച്ച് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെ ഒരു കല്യാണത്തിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ നല്ല തെറിയും വിളിച്ചുകൊണ്ട് ആ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിക്ക് വീണ്ടും നെഞ്ചുവേദന വരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, ഇവൻ നമ്മൾ പറഞ്ഞത് കേൾക്കില്ല, നമ്മുടെ രണ്ടുപേരുടെ അവസാനം കാണണം, അതാണ് ഇവന്റെ ആഗ്രഹം, ഇവൻ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയെയും സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം ശരി ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നരേൻ സമ്മതിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് ഈ കാവേരി ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ നരേൻ അറിയുന്നത്. അങ്ങനെയാണ് നരേൻ കാവേരിയോട്, ഞാനൊരു വഴി പറഞ്ഞുതരാം, നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം, പകരം നിന്റെ അനിയത്തിയുടെ ഓപ്പറേഷനുള്ള പണം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് നരേൻ കാവേരിക്ക് പണം കൊടുത്ത് സഹായിക്കുകയാണ് കേട്ടോ. എന്ത് സഹായമാണെങ്കിലും കുഴപ്പമില്ല, ഈ പണം എനിക്ക് കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കാവേരി. അങ്ങനെ ആ അവസ്ഥയിലായതുകൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാവേരി നരേൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, ഓപ്പറേഷൻ നടക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നരേൻ പറഞ്ഞ ഈ കണ്ടീഷൻ, ഈ കോൺട്രാക്ട് മാരേജിനെ കുറിച്ചൊക്കെ കാവേരി ആലോചിക്കുന്നത് കേട്ടോ. പിന്നീട് ഈ മാരേജിന് കാവേരിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നരേൻ കുറെ കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ അവസാനമായിരിക്കും ഇവരുടെ കല്യാണം. അപ്പം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ പെട്ടെന്ന് അതൊക്കെ തീർത്താൽ നന്നായിരുന്നു അല്ലേ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. താങ്ക് യു, ബൈ.